ഇപ്പോൾ കൗൺസിലായിട്ടുള്ള ശ്രീ എം.ആർ. ഗോപൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എം.ആർ. ഗോപൻ, താങ്കൾ ശാലിനി പറയുന്നത് കേട്ട് കാണും, ഒപ്പം എന്താണ് സംഭവിച്ചത് എന്നും അറിഞ്ഞു കാണും. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടം നഗരസഭ അധികാരമേറ്റ നാളെ മുതൽ നഗരസഭയ്ക്ക് അകത്തും പുറത്തും ഈ ധിക്കാരവും ധാർഷ്ട്യവും, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ കയ്യേറ്റം ചെയ്യുവാൻ വഞ്ചൂർ ബാബുവിന് അവിടെ തീറെഴുതി കൊടുത്തിട്ടുണ്ടോ? വഞ്ചൂർ എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ CPM എന്ന സംഘടനയ്ക്ക് അവിടെ തീറെഴുതി കൊടുത്തിട്ടുണ്ടോ? മാധ്യമ പ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കയ്യേറ്റവും കടന്നുകയറ്റവുമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിച്ചാലോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ ആരോപിച്ചാലോ നിഷേധിക്കാൻ കഴിയൂ. ഒരു കുട്ടി ആ ദൃശ്യം പകർത്താൻ പോയി, കേരളത്തിലുടനീളം ദൃശ്യം പകർത്തിക്കൊണ്ടിരിക്കുക. എല്ലാ മാധ്യമ പ്രവർത്തകരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മഴക്കെട്ട് ദുരിതങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വെള്ളക്കെട്ടുകളെ ദൃശ്യം പകർത്തുമ്പോൾ വഞ്ചൂർ ബാബുവിന്റെ കുടുംബസ്വത്തായിട്ടുള്ള സ്ഥലത്തല്ല പോയി പകർത്തിയത്. CPMന്റെ കുടുംബസ്വത്തായിട്ടുള്ള സ്ഥലത്തല്ല പോയി പകർത്തിയത്. വഞ്ചൂർ ബാബു എന്ന് പറയുന്ന മുൻ നഗരസഭയുടെ ചെയർമാനും ഇപ്പോൾ വഞ്ചൂർ ബാബുവിന്റെ മകളായിട്ടുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് പകരം ഈ സ്ഥലത്തെ ഒരു മാസമായിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വളരെ കഷ്ടപ്പാട്. എം.ആർ. ഗോപൻ, അത് തന്നെയാണ്. കാരണം എന്താണോ അവർ അവിടെ ചെയ്യേണ്ടത് അതൊന്നും കാലാകാലങ്ങളായി ചെയ്തിട്ടില്ല. എവിടെയും ഒരു വികസനം ഒന്ന് എത്തി നോക്കിയിട്ട് പോലുമില്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു കൗൺസിലർ എന്താണോ ചെയ്യേണ്ടത്, അവിടെ എന്തൊക്കെ വികസനമാണ് കൊണ്ടുവരേണ്ടത്, ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ അതിനു മുമ്പേ എന്തൊക്കെ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളടക്കമാണ് നടത്തേണ്ടത്, അതൊന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്ന, കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. അത് തന്നെയാണ് അവിടെ എത്രത്തോളം ദുരിതത്തിലേക്ക് എത്തിയത്. ഇത് ജനങ്ങൾ അറിയരുത്, ജനങ്ങളെ അറിയിക്കരുത് എന്നുള്ള ഒരു ശാഠ്യം, അത് തന്നെയാണ് അവരെ ഇത്രത്തോളം ഈ ഒരു പ്രകോപിതരാക്കിയതല്ലേ? തീർച്ചയായിട്ടും സാർ, ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ, മഴക്കെടുതി വരുന്നതിന് മുമ്പ് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുള്ള CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ധാർമ്മികമായിട്ടുള്ള കടമയാണ്. ആ കടമ നിറവേറ്റാൻ ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഇല്ല. അവർ ടൂർ പോയിരിക്കുക, സ്ഥലത്തില്ല. ഇത്തരം ആളുകൾ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, വീട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നു. അത് മാധ്യമപ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ, ശാലിനി ഉൾപ്പെടെയുള്ള വനിതാ മാധ്യമ പ്രവർത്തകർ കേരളത്തിലുടനീളമുള്ള സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് വഞ്ചൂർ ഭാഗത്ത് ഇത്രയും കോടതിയുടെ തൊട്ട് സമീപത്ത് അവിടെ നേരത്തെ തന്നെ ഓടകൾ ക്ലീൻ ചെയ്ത് കൊടുത്തുകൊണ്ട് ഓടയിൽ കൂടി വെള്ളം പോകാനുള്ള അടിസ്ഥാന സൗകര്യം ലഭ്യമാക്കി കൊടുക്കേണ്ടതായിട്ടുള്ള വാർഡ് കൗൺസിലർ അത് ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ് ഈ ദുരിതം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിനും, അല്ലെങ്കിൽ അവിടെ പോയി ഈ കാര്യങ്ങൾ ഒപ്പിയെടുത്ത് ജനങ്ങളെ അറിയിക്കേണ്ട മാധ്യമധർമ്മം ചെയ്യാൻ അനുവദിക്കാതെ ഗുണ്ടായിസം കാണിക്കുന്ന ഈ പ്രവൃത്തിയെ കൗൺസിലിനകത്ത് ഇതേ പ്രവൃത്തിയാ. BJPയുടെ 34 കൗൺസിലർമാർ സഭയ്ക്കകത്ത് ഇത്തരം വിഷയങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ കൊണ്ടുവരുമ്പോഴും ഇത്തരത്തിലുള്ള ഗുണ്ടായിസം കാണിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ CPM നേതൃത്വം കൊടുക്കുന്ന നഗരസഭയുടെ ഭരണകൂടം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് വെച്ചു പൊറിപ്പിക്കാൻ സാധിക്കില്ല. വരാൻ പോകുന്ന കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് കൗൺസിലിന് ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം, മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉന്നയിക്കുന്നതായിരിക്കും.